നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടത് എന്തിനാണ് എന്ന് വെളിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അതൊരിക്കലും തനിക്കെതിരെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്ന ഭയത്താലല്ല അടച്ചിട്ട കോടതി മുറിയിൽ വാദം വേണമെന്ന് താൻ ആവശ്യപ്പെട്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. മറിച്ച് തനിക്കെതിരെയുള്ള തെളിവുകൾ പുറത്തു വരുമെന്ന ആ ഭയത്താലല്ല, അല്ലെങ്കിൽ തനിക്കെതിരെ കാര്യങ്ങൾ ആകുമെന്ന ഭയത്താലുമല്ല, മറിച്ച് തനിക്കെതിരെ പരാതി നൽകിയ പരാതിക്കാരികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്തരത്തിൽ അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വ്യക്തമാക്കുന്നത്. തനിക്കെതിരെയുള്ള തെളിവുകൾ പുറത്തു വരുമെന്ന് ഭയന്നിട്ടല്ല താൻ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്തുകൊണ്ട് താൻ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു എന്നത് തനിക്കെതിരെ പരാതി നൽകിയ പെൺകുട്ടികളെ സംരക്ഷിക്കണം എന്ന ആഗ്രഹത്തോടെയാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതിയെന്ന് താൻ പറഞ്ഞത്. തനിക്കെതിരെയുള്ള തെളിവുകളൊക്കെ ആദ്യം വരുന്നത് മാധ്യമങ്ങളാണ്, അതിനുശേഷമാണ് കോടതിയിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും കോടതിയിൽ പോലും എത്തിയിട്ടില്ല എന്ന ഒരു ആരോപണം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചു. അതേസമയം പൊതുസമക്ഷമുള്ളത് ഗുരുതരമായ പരാതികളും രാഹുലിനെതിരെയുള്ള സ്ക്രീൻഷോട്ടുകളും വോയിസ് റെക്കോർഡുകളുമാണ്. ആ വോയിസ് റെക്കോർഡുകൾ രാഹുലിൻ്റെതാണോ എന്ന് തുടക്കം മുതൽ തന്നെ ഒരു കൂട്ടരെങ്കിലും ചോദിക്കുന്നുണ്ട്. അത് രാഹുൽ തന്നെ പറയട്ടെ രാഹുലിൻ്റെതാണെന്ന്, അല്ലെങ്കിലും രാഹുൽ തന്നെ പറയട്ടെ എന്ന് ഒരു വിഭാഗം ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നൽകി, അതായത് ആ വന്ന സ്ക്രീൻ ഷോട്ടുകൾ വോയിസ് റെക്കോർഡുകളൊക്കെ രാഹുലിൻ്റെതാണോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അത് തൻ്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല. ആ വോയിസ് റെക്കോർഡുകളും സ്ക്രീൻഷോട്ടുകളും തൻ്റേതല്ല എന്ന് തീർത്ത് പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് തൻ്റേത് ആണ് എന്ന് പറയാതെ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. മാത്രമല്ല, വഴിതിരിച്ചു വിട്ടു ആ ഒരു വിഷയത്തിൽ. അതായത് ആ വോയിസ് റെക്കോർഡുകളിൽ തനിക്കെതിരെ പ്രധാനപ്പെട്ട ആരോപണമായി ഉയരുന്നത് ആദ്യ പരാതിക്കാരിയായ പെൺകുട്ടിയെ താൻ കൊല്ലുമെന്ന് പറഞ്ഞു എന്നാണ്. പക്ഷേ ആ വോയിസ് റെക്കോർഡ് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും താൻ ഒരിക്കലും അതിൽ നിന്നെ കൊല്ലുമെന്ന് പറയുന്നില്ല. നിങ്ങൾ അറിഞ്ഞതിൽ സത്യത്തിൻ്റെ ഒരു 10% പോലും ആ കേസിലില്ല. യഥാർത്ഥ സത്യം നിങ്ങൾ അന്നും ഈ പ്രാധാന്യത്തോടെ വാർത്ത കൊടുക്കുമെങ്കിൽ കേരളം ഞെട്ടുന്ന ഒരു വാർത്ത ആ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൂചന നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യത്തെ പരാതിക്കാരി ആദ്യത്തെ റെക്കോർഡുകൾ, അതായത് ആദ്യ റെക്കോർഡുകൾ, ഈ ഒരു ഫോൺ സംഭാഷണം പുറത്തു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയരാകാൻ വേണ്ടി നിർബന്ധിക്കുന്നു. മാത്രമല്ല, ആ കുട്ടിയെ കൊല്ലണമെന്ന് പറയുന്നു. ആ പെൺകുട്ടി പ്രതിരോധിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ കൊല്ലണമെന്ന് ഞാൻ വളർത്തിക്കോളാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ താൻ എങ്ങനെ അതിനെ വളർത്തുമെന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് സെക്കൻഡുകൾ മതിയല്ലോ എന്ന കാര്യമൊക്കെ രാഹുൽ പറയുന്നുണ്ട്. അതൊരിക്കലും ഒരു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ഒരു വാചകം രാഹുലിനെതിരെ ഒരു ആയുധമായി എടുത്തിരുന്നു. ആ പെൺകുട്ടിയെ കൊല്ലുമെന്ന് പറയുന്നതടക്കമുള്ള വോയിസ് റെക്കോർഡുകൾ പുറത്തു വന്നിരിക്കുന്നു എന്നതടക്കമുള്ള ആരോപണം മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. എന്തായാലും താൻ കൊല്ലുമെന്ന് ആരെയും പറഞ്ഞിട്ടില്ല എന്ന് ന്യായീകരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയത്. മാത്രമല്ല, മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് ചോദ്യമുണ്ടായി. ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ് എന്നൊരു പെൺകുട്ടിയോട് രാഹുൽ പറയുന്നുണ്ട്. അത് രാഹുൽ തന്നെയാണോ? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അല്ലെങ്കിൽ രാഹുൽ അല്ല അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വരുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. ആ കാര്യങ്ങൾ ഇപ്പോൾ കേസിലിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങൾക്കും താൻ തന്നെ ഒരു വ്യക്തത വരുത്തും. അപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം, ഇപ്പോൾ ഉഭയസമ്മതത്തോടെ എല്ലാ കാര്യങ്ങളും രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിനുശേഷം അതിക്രൂരമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടികളോട് പെരുമാറുന്നത്. ഇപ്പോൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു, ക്രൂരമായി സംസാരിക്കുന്നു, അവരെ കൊണ്ട് ഗർഭചിത്രം ചെയ്യിക്കുന്നു. അതുമാത്രമല്ല, ഈ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും ബലാത്സംഗം ചെയ്തു എന്ന പരാതി ഉയരുന്നു. അപ്പോൾ ഈ ഒരു ഉഭയസമ്മത പ്രകാരം ബന്ധം നടന്നു, അല്ലെങ്കിൽ അതിനുശേഷം വളരെ ക്രൂരമായിട്ടാണ് ഈ പെൺകുട്ടികളോട്, അവർക്ക് നല്ല രീതിയിലൊരു സെൻഡ് ഓഫ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിരിയുന്നില്ല. അവരോട് മോശമായിട്ട് അവരോട് തർക്കിച്ച് അവരെ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് രാഹുൽ ആ പെൺകുട്ടികളോട് പിരിയുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് രാഹുൽ ആ പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും ക്രൂരത? ആ പെൺകുട്ടികളുടെ അനുഭാവം കാണിക്കേണ്ട ബാധ്യത രാഹുലിനുണ്ട്. എന്നിട്ടും ആ ഒരു അനുഭാവം രാഹുൽ ആ പെൺകുട്ടികളോട് കാണിക്കുന്നില്ല എന്നത് ആ ചാറ്റുകളിലും പുറത്തുവന്ന വോയിസ് റെക്കോർഡുകളിലും വ്യക്തമാണ്.
എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് രാഹുലിനോട് ചോദിച്ചതിന് രാഹുൽ നൽകുന്ന മറുപടി, കേസുമായി മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് എത്രമാത്രം അനുഭാവപൂർവ്വം പെരുമാറേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് രാഹുൽ പറയുന്നത്. കേസ് മുന്നോട്ട് പോകട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ താൻ അവരോട് എന്തുമാത്രം അനുഭാവം കാണിക്കേണ്ടിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഈ കാര്യങ്ങളൊന്നുമില്ല എന്ന് താൻ പറയുന്നില്ല, എന്നാൽ തനിക്ക് കുറച്ച് സമയം വേണം. ഈ കാര്യത്തിൽ ചില വ്യക്തത വരുത്താൻ ഇനിയും തനിക്ക് സമയം ആവശ്യമുണ്ട്. താൻ ഇവിടെ തന്നെ ജീവിച്ചിരിപ്പുണ്ട്. താൻ മരണപ്പെട്ടില്ലെങ്കിൽ ഇക്കാര്യങ്ങൾ അടക്കം താൻ വ്യക്തത വരുത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ബാക്കി താൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ താൻ എന്തെങ്കിലും ഈ വിഷയത്തിൽ സംസാരിച്ചാൽ അതൊരു കേസായി, അതുകൊണ്ട് താൻ ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ വിഷയങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും കോടതിയിലിരിക്കുന്ന കേസാണ്, അപ്പോൾ കോടതിയിലിരിക്കുന്ന കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാൻ തടസ്സങ്ങൾ ഉണ്ടാകും. എന്തായാലും അത്തരത്തിലുള്ള സമീപനം തന്നെയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഈ ചോദ്യങ്ങളോട് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്തായാലും നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസെത്തിയപ്പോൾ ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് പുതിയ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത്. അടച്ചിട്ട കോടതി മുറിയിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ തന്നെയാണ് ഹർജി നൽകിയത്. മാത്രമല്ല അപ്പോൾ തന്നെ ഉയർന്ന ഒരു കാര്യമാണ്, അതായത് എന്തുകൊണ്ട് അടച്ചിട്ട മുറിയിൽ ഒരു വാദം കേൾക്കണമെന്ന ആവശ്യം രാഹുൽ ഉന്നയിക്കുന്നു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയെയും ഈ ഒരു ആവശ്യം ധരിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം എന്നതിന് രാഹുൽ തന്നെ നൽകുന്ന മറുപടി, പെൺകുട്ടികളെ, പരാതിക്കാരിയായ പെൺകുട്ടികളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതിയെന്ന് താൻ ആവശ്യപ്പെട്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വാദം. നമുക്കറിയാം, ആദ്യത്തെ പരാതിക്കാരി പ്രതി ഒരു സാഡിസ്റ്റ് ആണെന്നും മനോവൈകൃതമുള്ള ആളാണെന്നും പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. നേമം പോലീസിനാണ് രാഹുലിനെതിരെ കേസെടുത്തത്. പിന്നാലെ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയ കാഴ്ച. ഇതിനെതിരെ രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. 2025 നവംബർ 27-നായിരുന്നു രാഹുലിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത്. പിന്നാലെ രാഹുൽ ഒളിവിൽ പോവുകയും യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായിട്ട് ആദ്യ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചതും നമ്മൾ കണ്ട കാഴ്ചയാണ്. കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നത്. രാഹുലും പരാതിക്കാരി നടത്തിയ ചാറ്റുകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. രാഹുൽ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചുവെന്നും ആ വീഡിയോ ഇപ്പോഴും രാഹുലിന്റെ ഫോണിലുണ്ടെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു. പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭയപ്പെടുന്നുവെന്നും രാഹുലിന് ജാമ്യം നൽകരുതെന്നും ആവശ്യമാണ് ആദ്യ പരാതിക്കാരി കോടതിയെ അറിയിച്ചത്. രാഹുൽ ജീവൻ ഒടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, രാഹുൽ പ്രതിയായ 10ഓളം പീഡന കേസുകളെ പറ്റി അന്വേഷണ സംഘത്തിന് വിവരമുണ്ടെന്നും അതിലൊന്നിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമുണ്ടെന്നും പരാതിക്കാരി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ ആരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു, ന്യായീകരണങ്ങളുമായി മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുമുണ്ട്. തീർച്ചയായിട്ടും കോടതിയിലിരിക്കുന്ന കാര്യമാണ്. കോടതി ഈ ഒരു ആദ്യ പരാതിയിൽ എന്താണ് കോടതിയുടെ ഒരു വിധി? അതിപ്പോൾ രാഹുലിന് ജാമ്യം കിട്ടിയിരിക്കുന്നത് മൂന്നാമത്തെ പരാതിയിലാണ്. മൂന്നാമത്തെ പരാതിയിൽ ജാമ്യം കിട്ടിയപ്പോഴാണ് കോടതി അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്തായാലും ആദ്യ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഗർഭചിത്രം നടത്തി, അതുമാത്രമല്ല നഗ്ന വീഡിയോ പകർത്തുന്നു, ഗർഭിണിയായപ്പോഴും ബലാത്സംഗം ചെയ്തു എന്ന പരാതി, ഇതിന്മേലൊക്കെ രാഹുലിന്റെ വിധി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.